അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ജുനാഹ അലൈക്കും ഇൻ ത്വല്ലഖ്തുമുൻ നിസാഅ മാലൻ തമസ്സൂഹുന്ന ഔ തഫ്രിളൂ ലഹുന്ന ഫരീള വമത്തിഉഹുന്ന അലൽ മൂസിഇ ഖദ്റുഹു വഅലൽ മുഖ്തിരി ഖദ്റുഹു മതാഅൻ ബിൽ മഅറൂഫ് ഹഖ്ഖൻ അലൽ മുഹ്സിനീൻ. സ്വദഖല്ലാഹുൽ അലിയുൽ അളീം. മടക്കിയെടുക്കാൻ പറ്റുന്ന ത്വലാക്ക് 2 തവണയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞിരുന്നു, ത്വലാക്ക് ചെയ്ത സ്ത്രീകളെ നിങ്ങൾ നല്ല രീതിയിൽ മര്യാദ അനുസരിച്ച് ഒന്നുകിൽ നിലനിർത്തണം, ഔ തസ്രീഹും ബിഹ്സാൻ, അല്ലെങ്കിൽ എഹ്സാനോടുകൂടെ അവരെ നിങ്ങൾ പറഞ്ഞു വിടണം. അതായത് ഇദ്ദയുടെ കാലയളവിൽ നിങ്ങൾക്കവരെ തിരിച്ചെടുക്കാം, മഅറൂഫോടുകൂടെ തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ നിങ്ങളവരെ എഹ്സാനോടുകൂടെ പറഞ്ഞു വിടണം. അവരുടെ പക്കലിൽ നിന്നും നിങ്ങൾ നൽകിയ ഒന്നും തിരിച്ചു വാങ്ങാൻ പാടില്ല. ലാ യഹില്ലു ലക്കും അൻ തഅഖുദു മിമ്മാ ആതൈതുമൂഹുന്ന ഷൈഅ, നിങ്ങൾ അവർക്ക് നൽകിയ ഒന്നും നിങ്ങൾ തിരിച്ചു വാങ്ങാൻ പാടില്ല. അവർക്ക് നൽകിയ മഹർ തിരിച്ചു നൽകിക്കൊണ്ട് നിങ്ങളിൽ നിന്ന് ത്വലാക്ക് ആവശ്യപ്പെടുന്ന ഒരവസ്ഥയിലല്ലാതെ, അങ്ങനത്തെ ഒരവസ്ഥ ഒഴികെ നിങ്ങളവരെ ത്വലാക്ക് ചൊല്ലുകയാണെങ്കിൽ അവരിൽ നിന്നും ഒന്നും തിരിച്ചു വാങ്ങാൻ പാടില്ല. അള്ളാഹു എഹ്സാനോടുകൂടെയാണ് അവരെ പറഞ്ഞു വിടേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഗർഭവതിയായ സ്ത്രീയെയാണ് ത്വലാക്ക് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഇദ്ദ പ്രസവിക്കുന്നത് വരെയാണ്. അതുവരെ അവർക്ക് ഉപജീവനം നൽകണം, അവർക്ക് വസ്ത്രം നൽകണം, ഭക്ഷണം നൽകണം, മറ്റെല്ലാ സൗകര്യങ്ങളും നൽകണം. പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ മുലയൂട്ടുന്ന വിഷയത്തിലും അവർക്ക് വേണ്ടതൊക്കെ പ്രൊവൈഡ് ചെയ്യണം. സാധാരണ മുലയൂട്ടുന്നതിന് കൊടുക്കുന്ന കൂലിയും അവർക്ക് നൽകണം എന്നല്ലാഹു പറഞ്ഞു. ഇന്ന് പാരായണം ചെയ്ത ആയത്തിലും പറയുന്നത് മറ്റൊരു എഹ്സാനെക്കുറിച്ചാണ്. അതായത് നിക്കാഹ് ചെയ്തു, പക്ഷേ മഹർ നിശ്ചയിച്ചിട്ടില്ല, മഹർ നൽകിയിട്ടുമില്ല. മഹർ നിശ്ചയിക്കണമെന്ന് നിർബന്ധമില്ല നിക്കാഹിന്. നിക്കാഹിൻ്റെ കരാറിന് മഹർ എത്ര എന്ന് പറയേണ്ടതുമില്ല. ഇനി ഇൻ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൽകണം എന്നുമില്ല. വിവാഹം കൺസമേഷൻ നടക്കുമ്പോൾ, കല്യാണം നടക്കുമ്പോൾ, വീട്ടുകൂടൽ നടക്കുമ്പോൾ മാത്രമാണ് മഹർ നൽകേണ്ടതുള്ളത്. സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പായിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരവസ്ഥയിലെ മഹർ നൽകൽ നിർബന്ധമുള്ളൂ. അതുപോലെ വിവാഹ കരാറിൽ മഹർ മെൻഷൻ ചെയ്യാതിരിക്കുകയും ചെയ്യാം, മഹർ എത്ര എന്ന് മെൻഷൻ ചെയ്യാതിരിക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അന്നാട്ടിലെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഒരു മഹർ ഒന്നുകിൽ പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് എത്രയും നൽകാം. ഇവിടെ അള്ളാഹു പറയുന്നത് ലാ ജുനാഹ അലൈക്കും ഇൻ ത്വല്ലഖ്തുമുൻ നിസാഅ മാലൻ തമസ്സൂഹുന്ന, നിങ്ങളുടെ മേൽ അപരാധമേ ഇല്ല നിങ്ങൾ ഭാര്യമാരെ സ്പർശിക്കുകയോ അവരുടെ മഹർ നിശ്ചയിക്കുകയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരെ ത്വലാക്ക് ചെയ്താൽ. അവരെ ത്വലാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മേൽ യാതൊരു അപരാധവുമില്ല. എന്തിനാണ് അപരാധമില്ലാത്തത് എന്ന കാര്യത്തിൽ 2 വ്യത്യസ്തമായ അഭിപ്രായം പണ്ഡിതന്മാർക്കുണ്ട്. ഒന്ന്, ത്വലാക്ക് ചെയ്യുന്നതിൽ യാതൊരു അപരാധവുമില്ല. രണ്ടാമത്തത്, അങ്ങനെ ത്വലാക്ക് ചെയ്താൽ അവരുടെ മഹർ നൽകാതിരിക്കുന്നതിൽ യാതൊരു അപരാധവുമില്ല. ഇമാം സമഖ്ശരി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പ്രിഫർ ചെയ്യുന്നത് ഈ രണ്ടാമത്തെ അഭിപ്രായമാണ്. കൂടുതൽ സാന്ദർഭികമായിട്ട് യോജിക്കുന്നതും അതാണ്. ഈ അർത്ഥപ്രകാരം നിങ്ങൾ ത്വലാക്ക് ചൊല്ലുകയാണെങ്കിൽ സ്ത്രീയെ സ്പർശിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ മഹർ നിശ്ചയിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ത്വലാക്ക് ചൊല്ലുകയാണെങ്കിൽ അവരുടെ മഹർ നൽകിയിട്ടില്ലെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. അഥവാ നിങ്ങളങ്ങനെ നൽകണമെന്നില്ല. പകരം അള്ളാഹു പറയുന്നത് വമത്തിഉഹുന്ന അലൽ മൂസിഇ ഖദ്റുഹു വഅലൽ മുഖ്തിരി ഖദ്റുഹു, അവർക്ക് നിങ്ങൾ മുത്അ നൽകണം. മത്തിഉഹുന്ന, ബ്രൈഡൽ ഗിഫ്റ്റ് നൽകണം. അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റായിട്ട്, ഉപജീവനമായിട്ട് നൽകണം. അലൽ മൂസിഇ ഖദ്റുഹു വഅലൽ മുഖ്തിരി ഖദ്റുഹു, മൂസിഇന് വിശാലതയുള്ള, കൂടുതൽ പണമുള്ള, സമ്പത്തുള്ള ആൾക്ക് അതിനനുസരിച്ച്, വഅലൽ മുഖ്തിരി ഖദ്റുഹു, ഞെരുക്കമുള്ള ആൾക്ക് അതിനനുസരിച്ച്. അവരുടെ ഞെരുക്കവും അവരുടെ വിശാലതയും, സമ്പത്തിലെ ഞെരുക്കവും സമ്പത്തിലെ വിശാലതയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ധനവാൻ അവൻ്റെ അവസ്ഥക്കനുസരിച്ചും പാവപ്പെട്ടവൻ അവൻ്റെ അവസ്ഥക്കനുസരിച്ചും മത്താഹ് നൽകണം.
മത്താഅം ബിൽ മഅറൂഫ്, മഅറൂഫ് അനുസരിച്ചുള്ള ഒരു ബ്രൈഡൽ ഗിഫ്റ്റ്. ഹക്കൻ അലൽ മുഹ്സിനീൻ, അത് മുഹ്സിനീങ്ങളുടെ മേൽ ബാധ്യതയാണ്. മുഹ്സിനീങ്ങളുടെ മേൽ ബാധ്യതയാണ് എന്ന് പറഞ്ഞാൽ മുഹ്സിനീങ്ങളാകാൻ വേണ്ടി അങ്ങനെ ചെയ്യൽ നിർബന്ധമാണ്. അള്ളാഹു ഇഹ്സാനോടുകൂടെ പറഞ്ഞു വിടണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു വിടലാകണമെങ്കിൽ ഇങ്ങനെ മത്താഹ് നൽകണം, അല്ലെങ്കിൽ മുത്താഹ് നൽകണം. അത് നിർബന്ധമാണ്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ഭിന്ന അഭിപ്രായമുണ്ട്. 3 മദ്ഹബുകളിലും മത്താഹ് നൽകൽ നിർബന്ധമാണ്. എന്നാൽ മാലിക്കി മദ്ഹബിൽ അത് നിർബന്ധമില്ല, അത് ഓപ്ഷണലാണ്. അതങ്ങനെ ത്വലാഖ് ചെയ്യുന്ന ആൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നേ ഉള്ളൂ. ഇതൊരു സജഷനായിട്ടാണ് അവർ പരിഗണിക്കുന്നത്. എന്നാൽ മറ്റു 3 മദ്ഹബും ഇത് നിർബന്ധമായൊരു ബാധ്യതയായിട്ടാണ് കരുതുന്നത്. അത് മുഹ്സിനീങ്ങളുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. അഥവാ മുഹ്സിനീങ്ങളാകാൻ അത് നിർബന്ധമാണ്, അങ്ങനെ നൽകണം. മത്താഹ് എത്രയാണ് എന്ന് കൃത്യമായിട്ട് അള്ളാഹു പറഞ്ഞില്ല. മറിച്ച് ഓരോ ആളുടെയും സാഹചര്യമനുസരിച്ചും ഓരോ നാടിനും കാലഘട്ടത്തിനും അനുസരിച്ചൊക്കെ അത് വ്യത്യാസപ്പെടും. എന്നാൽ ആദ്യകാലത്ത് വളരെ ചെറുതല്ലാത്ത ഒരു തുക ഈടാക്കപ്പെട്ടതായി ചില റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് ഖാളി ഷുറൈഹ് റഹ്മഉള്ള, അദ്ദേഹം ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹുവിന് ശേഷം കൂഫയിലെ ഖാളിയായിരുന്ന വ്യക്തിയാണ്. 60ഓളം വർഷം വ്യത്യസ്ത നാടുകളിൽ ഖാളിയായിരുന്ന താബി പണ്ഡിതനാണ്. അദ്ദേഹം വിധിച്ചത് 5000 ദിർഹം നൽകാനാണ്. ദിർഹമൊക്കെ അന്ന് വെയിറ്റ് അനുസരിച്ചാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. മിൻറ്റഡ് കോയിനല്ല, അതിൻ്റെ വെയിറ്റ് നോക്കിയിട്ടാണ് വില നിശ്ചയിച്ചിരുന്നത്. 5000 ദിർഹം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 15 കിലോഗ്രാം സിൽവറാണ്. അന്നത് 500 ദിനാറിന് തുല്യമാണ്, അഥവാ 2 കിലോഗ്രാം സ്വർണത്തിന് അന്ന് തുല്യമാണ്. അത്രയും എമൗണ്ടാണ് ഖാളി ഷുറൈഹ് റഹ്മഉള്ള വിധിച്ചിരുന്നത്. അടുത്ത ആയത്തിൽ പറയുന്നത് മഹർ നിശ്ചയിച്ചതിന് ശേഷം ത്വലാഖ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. വൈൻ ത്വല്ലഖ്തുമുഹുന്ന മിൻ ഖബിലി അൻ തമസ്സൂഹുന്ന, ഇനി നിങ്ങളവരെ ത്വലാഖ് ചൊല്ലുകയാണ് മിൻ ഖബിലി അൻ തമസ്സൂഹുന്ന, അവരെ സ്പർശിക്കുന്നതിന് മുമ്പായിട്ട്, അഥവാ വിവാഹത്തിൻ്റെ കൺസമേഷന് മുമ്പായിട്ട്. വഖദ് ഫറൽത്തും ലഹുന്ന ഫരീള, നിങ്ങളവർക്കുള്ള മഹർ നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫനിസ്ഫു മാ ഫറൽത്തും, നിശ്ചയിച്ചതിൻ്റെ പാതി നൽകണം. ഇല്ലാ യഅഫൂന ഔ യഅഫു അല്ലദീ ബിയദിഹി ഉഖ്ദത്തുൻ നിക്കാഹ്, അവർ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ ഒഴികെ. ഭാര്യമാർ പൂർണ്ണമായിട്ട് മഹർ വിട്ടുതരികയാണ്, പാതി വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടതില്ല. ഔ യഅഫു അല്ലദീ ബിയദിഹി ഉഖ്ദത്തുൻ നിക്കാഹ്, അല്ലെങ്കിൽ നിക്കാഹ് കരാറ് ആരുടെ കയ്യിലാണോ, അതായത് കരാറ് റദ്ദ് ചെയ്തുകൊണ്ട് ത്വലാഖ് വേണോ, വിവാഹത്തിൻ്റെ കൺസമേഷൻ വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണോ, അഥവാ ഭർത്താവ്, അവർ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും അവർക്ക് നൽകിക്കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യാം. അല്ലെങ്കിൽ ഭാര്യമാർക്ക് വിട്ടുവീഴ്ച ചെയ്യാം, പാതിയും വേണ്ട എന്ന് വെക്കാം. ഇങ്ങനത്തെ കേസിൽ ഒഴികെ അള്ളാഹു പറയുന്നു, നിയമമായിട്ട് അള്ളാഹു പറയുന്നു പാതി നൽകണം. നിങ്ങൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നില്ലെങ്കിലുള്ള നിയമമാണിത്. പക്ഷേ അള്ളാഹു പറയുന്നത് വിട്ടുവീഴ്ച ചെയ്യാനാണ്. വഅൻ തഅഫു അഖ്റബു ലിത്തഖ്വ, വിട്ടുവീഴ്ച ചെയ്യലാണ് തഖ്വയോട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളത്. തഖ്വയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വിട്ടുവീഴ്ചയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അള്ളാഹു പറയുന്നത് വലാ തൻസൗൽ ഫളല ബൈനക്കും, 2 കൂട്ടരോടും അള്ളാഹു പറയാണ് പരസ്പരം ഔദാര്യം കാണിക്കാൻ നിങ്ങൾ മറക്കരുത്. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, നിശ്ചയം അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാണ്. അള്ളാഹു പറയുന്നത് വിട്ടുവീഴ്ച ചെയ്യാനാണ്, പരസ്പരം ഔദാര്യം കാണിക്കാനാണ്, ഏറ്റവും നല്ല രീതിയിൽ പിരിയാനാണ്. ഇങ്ങനെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹു ഒരു നിർബന്ധ നിയമമുണ്ടാക്കി, അത് നിശ്ചയിക്കപ്പെട്ട മഹറിൻ്റെ പാതി ഭർത്താവ് നൽകണമെന്നുള്ളതാണ്. മഹർ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ, കൺസമേഷന് മുമ്പ് വിവാഹമോചനം നടക്കുകയാണെങ്കിൽ മത്താഹ് നൽകണം. ഓരോ ആളും അവരുടെ കഴിവിനനുസരിച്ച് നൽകണം. മഹർ എത്ര എന്ന് നിശ്ചയിക്കാതെ വിവാഹം നടക്കുകയും അഥവാ നിക്കാഹിൻ്റെ ഉടമ്പടി നടക്കുകയും ഭർത്താവ് മരണപ്പെടുകയും ചെയ്ത ഒരു സ്ത്രീയുടെ വിഷയം മഹാനായ സ്വഹാബി പണ്ഡിതൻ ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹുവിനോട് കൂഫയിൽ വെച്ച് ചോദിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു കൂഫയിലാണ് താമസിച്ചത്. കൂഫയിലെ ജനങ്ങൾ എല്ലാ ഫത്വയ്ക്കും വേണ്ടിയും അദ്ദേഹത്തെയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്.
ഇങ്ങനെ ഒരു സ്ത്രീയുടെ പ്രശ്നം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫക്കാല ലം അറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ലി ഫി ദാലിക്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു വിഷയത്തിൽ ഒരു വിധിയും നൽകിയതായിട്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി. അദ്ദേഹം ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല. പക്ഷേ ഈ വിഷയം ചോദിച്ചിരുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി. അവർക്കിതിലൊരു പരിഹാരം വേണമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇജ്തിഹാദ് ചെയ്തു. ഫജിത്തഹദ ബി റഈഹി, അദ്ദേഹത്തിൻ്റെ റഈ അനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ യുക്തി അനുസരിച്ച് അദ്ദേഹം ഇജ്തിഹാദ് ചെയ്തു. എന്നിട്ട് വഖല്ലാ ബി അന്ന ലഹ മഹറു നിസായിഹ, അവളുടെ നിലവാരത്തിലുള്ള, അവളുടെ സ്റ്റാറ്റസിലുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന മഹർ എത്രയാണോ അത്രയും മഹറിന് അവളും അർഹയാണ് എന്ന് അദ്ദേഹം വിധിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഅലൈഹൽ ഇദ്ദ, അവളുടെ മേൽ ഇദ്ദയും നിർബന്ധമാണ്. വലഹൽ മീരാത്ത്, അവൾക്ക് ഭർത്താവിൻ്റെ അനന്തര സ്വത്തും ഉണ്ട്, അതിനും അവൾ അർഹയാണ്. ഇങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിധി നൽകി. പിന്നീട് മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേപോലെ ഒരു വിധി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീയുടെ കാര്യത്തിൽ നൽകിയതായിട്ട് എനിക്കറിയാം എന്ന് പറഞ്ഞു. അത് കേട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് അതിയായ സന്തോഷമുണ്ടായി. ഫഫരിഹ ബിദാലിക ഇബ്നു മസ്ഊദ്. എത്രത്തോളമാണ് സന്തോഷമുണ്ടായത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത്, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അത്രയും സന്തോഷം എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഞാനൊരു വിഷയത്തിൽ സ്വന്തമായി ആലോചിച്ച് ഒരു വിധി പറയുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ വിധി ഇതിനു മുമ്പ് നൽകി എന്നറിയുകയും ചെയ്തപ്പോൾ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അടുത്ത ആയത്ത് ഇതുവരെ നടന്നു വരുന്ന സംഭാഷണത്തിൻ്റെ ഒരു കൺക്ലൂഷനാണ്. വിശ്വാസ ദൗർബല്യമുള്ള ആളുകളുടെ ചോദ്യങ്ങളായിരുന്നു 1 by 1 ആയിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ കൺക്ലൂഷൻ അവരുടെ ആറ്റിറ്റ്യൂഡിനെയും അവരുടെ സമീപനത്തെയും വളരെ ഡീപ്പിലി ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൺക്ലൂഷനാണ്. അതിനെ തുടർന്ന് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകളുടെ വിഷയം 2 ആയത്തുകളിലായിട്ട് പരാമർശിക്കുന്നുണ്ട്. അത് പിന്നീട് ഇറങ്ങിയ ആയത്തുകളാണ്. അതൊരു എക്സ്പ്ലനേഷൻ എന്നുള്ള നിലക്ക് ഈ കൺക്ലൂഷന് ശേഷം നൽകപ്പെട്ടതാണ്. ഈ ഒരു സംഭാഷണം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നത്, ഹാഫിളു അല സ്വലവാത്തി വസ്വലാത്തിൽ ഉസ്ത വഖൂമൂ ലില്ലാഹി ഖാനിത്തീൻ ഫൈൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാന ഫൈദാ അമിൻതും ഫദ്കുറുല്ലാഹ കമാ അല്ലമക്കും മാലം തക്കൂനു തഅലമൂൻ. ഹാഫിളു അല സ്വലവാത്ത്, നിങ്ങൾ നിസ്കാരങ്ങൾ നന്നായിട്ട് സംരക്ഷിക്കണം. ഹാഫിളു, സൂക്ഷ്മതയോടെ നിർവഹിക്കണം. ഹിഫാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാലനമാണ്. കരാറിൻ്റെയൊക്കെ പരിപാലനത്തിനാണ് പറയുന്നത്. അതിൽ വീഴ്ച വരുത്താതെ, അവഗണിക്കാതെ, പരിപൂർണ ശ്രദ്ധയോടുകൂടെ, തൃപ്തിയോടുകൂടെ അത് നിർവഹിക്കണം. വസ്വലാത്തിൽ ഉസ്ത, മികച്ച നിസ്കാരം. വഖൂമൂ ലില്ലാഹി ഖാനിത്തീൻ, അള്ളാഹുവിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെട്ടുകൊണ്ട് അവൻ്റെ മുമ്പിൽ ഭക്തിയോടെ നിൽക്കുന്നവരായിട്ട് നിങ്ങൾ നിസ്കരിക്കണം. ഇനി നിങ്ങൾ യുദ്ധാവസ്ഥയിലാണെങ്കിലും ശത്രുവിനെ ഭയന്നുകൊണ്ട് ബാറ്റിൽ ഫീൽഡിൽ കഴിയുമ്പോഴാണെങ്കിലും ഫൈൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാനൻ, കാൽനടയായിക്കൊണ്ടോ വാഹനത്തിൻ്റെ മേൽ യാത്ര ചെയ്യുന്നതോ ആയ അവസ്ഥയിലും ആ സമയത്തുമൊക്കെ നിങ്ങൾ കഴിയും വിധം നിസ്കരിക്കണം. ഫൈദാ അമിൻതും, യുദ്ധം മാറി നിർഭയാവസ്ഥ വന്നാൽ ഫദ്കുറുല്ലാഹ കമാ അല്ലമക്കും മാലം തക്കൂനു തഅലമൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക, അവൻ നിങ്ങളെ പഠിപ്പിച്ചത് പ്രകാരം. മാലം തക്കൂനു തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാതിരുന്ന നിസ്കാരത്തിൻ്റെ രൂപം അവൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നതാണ്. ആ പഠിപ്പിച്ച വിധം നിങ്ങൾ അവനെ സ്മരിക്കണം. നിസ്കാരത്തെക്കുറിച്ചായിരുന്നു ആദ്യം പറഞ്ഞു തുടങ്ങിയത്. അഥവാ ഖിബിലമാറ്റത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് അള്ളാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനുസ്തഈനു ബിസ്വബ്രി വസ്വല, നിങ്ങൾ സ്വബറ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും സഹായം തേടണമെന്നാണ്. ഇന്നല്ലാഹ മഅ സ്വാബിരീൻ, അള്ളാഹു സ്വാബിരീങ്ങളോടൊപ്പമാണ്, ക്ഷമാലുക്കളോടൊപ്പമാണ്. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്ത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവരെക്കുറിച്ച് മരിച്ചവരെന്ന് പറയരുത്. ബൽ അഹ്യാഉൻ, അവർ ജീവിക്കുന്നവരാണ്. വലാകിൻ ലാ തശഊറൂൻ, പക്ഷേ നിങ്ങളതിനെക്കുറിച്ച് അവെയറല്ല, നിങ്ങൾ കോൺഷ്യസ് അല്ല. ഇതായിരുന്നു ആദ്യം പറഞ്ഞത്. നിസ്കാരത്തെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞത്.
പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവസാനിപ്പിക്കുന്നതും നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, നിസ്കാരത്തെക്കുറിച്ചും യുദ്ധത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ നിസ്കാരത്തെ സംരക്ഷിക്കണം, അത് യുദ്ധാവസ്ഥയിലാണെങ്കിലും സംരക്ഷിക്കണം. ഇത് നേരത്തെ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങളുടെ എല്ലാം മറുപടി നൽകിയതിന് ശേഷം അതിനുള്ള ഒരു കൺക്ലൂഷൻ എന്ന നിലക്ക് കൂടി പറയുന്നതിൻ്റെ റെലവൻസ് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് വിശദീകരിക്കാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.